നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 26ാമത്തെ നക്ഷത്രമാണ്. ശനി അധിപനായിരിക്കുന്ന മീനൻ രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്ന നക്ഷത്രം. ശനിയുടെ അവസാനത്തെ നക്ഷത്രം രാശിചക്രത്തിലെ വളരെ വിശുദ്ധമായിട്ട് പറയേണ്ട ഒരു നക്ഷത്രമാണ്. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം അഗ്നിയാണ്. അഗ്നിയിലാണ് ഇതിൻ്റെ സ്ഥാനം വരുന്നത്. കരിമ്പനയാണ് ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത്. ശരദിക്ക് എന്ന് പറയുന്നത് വടക്കും. പന്നിമാംസമാണ് ഇതിൻ്റെ നക്ഷത്ര പൂജയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അഹിർബുദ്ധ്യൻ എന്ന് പറയുന്ന ദേവതയാണ് ഇതിൻ്റെ ദേവത. ഇതിൻ്റെ മൃഗം എന്ന് പറയുന്നത് പശുവും പക്ഷി എന്ന് പറയുന്നത് മയിലും. പൂർണ്ണമായും മനുഷ്യഗണത്തിൽ പെടുന്ന നക്ഷത്രമാണ്. എനിക്ക് കിട്ടുന്നത് അതുപോലെ കൊടുക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രം. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുന്നത് ഇരട്ടിയും അതിൽ കൂടുതലുമായി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ദേവന്മാരെന്നും തനിക്ക് കിട്ടുന്നതെല്ലാം തനിക്ക് വേണ്ടി മാത്രവും തൻ്റെ സ്വാർത്ഥതയും തൻ്റെ ചിന്തയ്ക്ക് അപ്പുറമായിട്ടുള്ളതെല്ലാം മോശമാണെന്നും അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്നതുമാണ് അസുരൻ എന്ന് പറയുന്നത്. പല ബിസിനസ്സുകാരും അസുരന്മാരാന്ന് പറയുന്നത് അതാണ്. കാരണം പ്രത്യേകിച്ച് ഫുഡ് ഉൽപ്പന്നങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവരുടെ ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവരൊക്കെ ഇതൊക്കെ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ഞെട്ടിപ്പോവും. ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കണ്ടു. ക്രീം ബിസ്ക്കറ്റിൻ്റെ പല ക്രീം ബിസ്ക്കറ്റുകളും വളരെ ഫേമസ് ആയിട്ട് പരസ്യങ്ങൾ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്ന പല ക്രീം ബിസ്ക്കറ്റുകളുടെയും ക്രീം എന്ന വാക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനകത്ത് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ക്രീം ശരിക്കും പാലുൽപ്പന്നങ്ങളിൽ നിന്നോ ഉണ്ടാവണം. ഈ നക്ഷത്രം പറയുമ്പോൾ ഞാൻ ആ പശു അതിൻ്റെ മൃഗമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അതപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അതങ്ങ് പറയാം. പാലുൽപ്പന്നങ്ങളിൽ നിന്നോ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ അത് ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ലാഭത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ ഒരുപാട് കെമിക്കലുകളും ചേർത്താണ് ആ ക്രീം ക്രിയേറ്റ് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് അത് കഴിക്കുന്നത്. അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം മാത്രം ചിന്തിക്കുന്ന അസുരന്മാർക്ക് അവർ ഇത് കഴിക്കുമോ, അവരുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കുമോ, അതൊന്നും അവരുടെ വിഷയമേ അല്ല. ഒരു സിനിമയിൽ നിർണയം എന്ന് പറയുന്നൊരു മലയാളം സിനിമയിൽ ദേവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. വിലപിടിപ്പുള്ള ഒരുപാട് ജീവനുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് പുഴുക്കളെ പോലുള്ള ഒരുപാട് ജീവനുകൾക്ക് വലിയ വിലയൊന്നുമില്ല എന്നുള്ള രീതിയിലൊരു ഡയലോഗ് പറയുന്നത് എനിക്കതാ ഓർമ്മ വന്നേ. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ ബിസിനസ്സുകാരെ കോട്ട് ചെയ്തിട്ടാണ് സക്സസ്സിനെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 3 തരത്തിലുള്ള സക്സസ് ഉണ്ട്. ബിസിനസ് ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതിൽ ചിന്തിച്ച് തൻ്റെ ആഗ്രഹത്തിന് അത് ചെയ്ത് അത് ലോകത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ശരിക്കുള്ള ഒരേ സമയത്ത് ലാഭം നോക്കുകയും അതേ സമയത്ത് അതിനകത്തൊരു എത്തിക്സ് വേണമെന്ന് വിചാരിക്കുന്ന ബിസിനസ് ആൾക്കാർ തനിക്ക് കിട്ടിയതിൻ്റെ അത്രയും തന്നെ ലോകത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാനുഷികരായിട്ടുള്ള ബിസിനസ്സുകാർ എല്ലാം എൻ്റേത് മാത്രം, എൻ്റെ തല, ഞാൻ, എന്നെ മാത്രം പൂജിക്കണം, എല്ലാം എനിക്ക് തന്നെ വേണം, ബാക്കിയൊന്നും എനിക്കൊരു മറ്റുള്ളവർ എന്നെ ആരാധിക്കാത്തവരും പൂജിക്കാത്തവരും ഒന്നും ലോകത്തിൽ ജീവിക്കണ്ട എന്ന് വിചാരിക്കുന്ന മഹിഷാസുരനെ പോലെയുള്ള അസുരന്മാർ നടത്തുന്ന ബിസിനസ്സുകളും അവർ വിജയിക്കും. കാരണം പ്രത്യേകമായിട്ട് നന്നായി ചെയ്യാൻ അതിൻ്റെ കഴിവ് വേണം. അങ്ങനെയുള്ളവരും കച്ചവടക്കാരാണ്. പക്ഷെ അവർ ലോകത്തിന് നാശമുണ്ടാക്കും, ഒരുപാട് പേർക്ക് രോഗം ഉണ്ടാക്കും. ആ രോഗവും പോലും അവർ കച്ചവടമാക്കി മാറ്റും. അപ്പം
അതിലൊന്നും പെടാത്ത മാനുഷിക നിലവാരമുള്ള ഒരു നക്ഷത്രക്കാരാണെന്ന് വേണമെങ്കിൽ പറയും. നക്ഷത്രത്തിൻ്റെ ബേസിക് ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സ്ത്രീ നക്ഷത്രമാണ്. സ്ത്രീ നക്ഷത്രം എന്ന് പറയുന്നത് ഇമോഷണൽ നീഡ്സ് ഒരുപാട് വേണ്ട, തങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം, കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രക്കാർ എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഉത്തരചാരിയാണ്, ശയ്യാകാരമാണ്, കട്ടിലാണ്, ശയ്യ രൂപമാണ്, കട്ടിലാണ് രൂപം. ഊർധമുഖ നക്ഷത്രമാണ്, അത്യാവശ്യം നല്ല നക്ഷത്രമാണ്, മുഹൂർത്തങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന ഒരു നക്ഷത്രമാണ്. ധ്രുവ സ്ഥിരമാണ്, ഇതിൻ്റെ ധ്രുവസ്ഥിരാതിൽ ധ്രുവ സ്ഥിരമാണ്. അതേപോലെ ഉത്രട്ടാതി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത്യാവശ്യം ഊർധമുഖ നക്ഷത്രവുമാണ്, അതുപോലെ തന്നെ ശുഭനക്ഷത്രവുമാണ്. ആകാശഭൂതമാണ്, പഞ്ചഭൂതങ്ങളിൽ ആകാശഭൂതമാണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ടാവും. ലക്കി നമ്പർ 2. ഈ നക്ഷത്രത്തിൻ്റെ വിഷഘടി എന്ന് പറയുന്നത് 24 നാഴിക മുതൽ 28 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 52 നാഴിക മുതൽ 60 നാഴിക വരെയും, അമൃതഘടി എന്ന് പറയുന്നത് 48 നാഴിക മുതൽ 52 നാഴിക വരെയുമാണ് ഇതിൻ്റെ അമൃതഘടി എന്ന് പറയുന്നത്. കരിമ്പന വൃക്ഷമായ പൂരുരുട്ടാതി എന്ന തീവ്രതയ്ക്ക് ശേഷം വരുന്ന ശാന്തതയുടെയും ജ്ഞാനത്തിൻ്റെയും നക്ഷത്രമായിരിക്കുന്ന ഉത്തരട്ടാതി വ്യാഴവും ശനിയും കൂടെ ഒരുമിച്ച് ചേരുകയും ശുക്രന് ഉച്ചം വരികയും ബുധന് നീചം വരികയും ചെയ്യുന്ന മീനം രാശിയുടെ മധ്യഭാഗത്ത് വരുന്ന നക്ഷത്രം. ഭൗതിക വിഷയങ്ങൾ, ശുക്രൻ ഉച്ചനാവുക എന്നുള്ളത് ലൗകിക വിഷയങ്ങളോട് അമിതമായ താല്പര്യം, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം എന്നുള്ളത് കൊണ്ടും കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനം എന്നുള്ളത് കൊണ്ടും ജ്ഞാനവിഷയങ്ങളോടും താല്പര്യം, ശനിയുടെ നക്ഷത്രം എന്നുള്ളത് കൊണ്ട് വിരക്തിയുടെയും അലസതയുടെയും കഷ്ടപ്പാടിൻ്റെയും ഗ്രഹമായിരിക്കുന്ന ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രം. അതേപോലെ തന്നെ ഉത്തര ഭദ്രപാദം, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന സർപ്പം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അഹിർബുദ്ധ്യനാണ്. ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്ന ദിവ്യസർപ്പം എന്നൊരു പേരുണ്ട്. സുദർശനം എന്ന് പറയുന്ന പദ്ധതിയിൽ അഹിർബുദ്ധ്യ സംഹിത പോലുള്ള ഗ്രന്ഥങ്ങൾ, അഹിർബുദ്ധ്യ ഋഷി എഴുതിയിട്ട് അഹിർബുദ്ധ്യ സംഹിത, അതുപോലെ തന്നെ വൈഷ്ണവ തന്ത്രത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന സുദർശനമൂർത്തിയുടെ ഋഷിയും അഹിർബുദ്ധ്യനാണ്. ഈ അഹിർബുദ്ധ്യൻ എന്ന് പറയുന്ന ദേവത ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്ന ദിവ്യസർപ്പമാണെന്നും ശിവഭഗവാന്റെ ഒരു രൂപമാണ് ഇത് എന്നും പറയുന്നു. എനിക്ക് തോന്നുന്നു കാലമാകുന്ന, അതായത് അനന്തമായി ഒഴുകുന്ന ഈ കാലത്തിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്നത് മോക്ഷസ്ഥാനമാണ്. ഉത്രട്ടാതി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനമാണ്, 12ാം ഭാവമാണ്. അതിൻ്റെ അവസാനത്തിന് തൊട്ട് മുമ്പ് വരുന്ന മധ്യഭാഗത്തേക്കുന്ന ആ രാശിയുടെ മധ്യഭാഗത്തേക്കുന്ന നക്ഷത്രമായതുകൊണ്ടായിരിക്കാം അവിടെ ആ ഒരു ദിവ്യ സർപ്പം വരാനും ചിലപ്പോൾ മോക്ഷത്തെ ആയിരിക്കാം. ശനി, വ്യാഴം, ശുക്രൻ, നീചനായ ബുധൻ, ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്ന ദിവ്യ സർപ്പം എന്ന് സൂചിപ്പിച്ച കുണ്ടലിനിയുടെ സ്വരൂപമായിട്ടൊക്കെ നമുക്കിതിനെ കാണുകയും ചെയ്യാം. മീനൻ രാശിയിലാണ് പൂർണ്ണമായിട്ടും ഈ നക്ഷത്രം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സവിശേഷതകൾ നോക്കാം. പോസിറ്റീവ് കാര്യങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് നല്ല ബലമുള്ള നക്ഷത്രമായാൽ ശനിക്കും വ്യാഴത്തിനും ബലം വന്നാൽ ക്ഷമയും വ്യാഴത്തിൻ്റെ ബലം കൊണ്ട് ജ്ഞാനവും ഉണ്ടാവും എന്നുള്ളതാണ്. ശനിയുടെ സ്വാധീനം കാരണം ക്ഷമയും, കാര്യങ്ങളെ ആഴത്തിൽ ചിന്തിക്കാനും ധ്യാനം പോലുള്ള വിഷയങ്ങളിൽ പരിശീലിക്കാനും ഉള്ള കഴിവ് ഉണ്ടാവും. അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം വരുമ്പം സ്വാഭാവികമായിട്ടും ജ്ഞാനം വരികയും ഈ മുമ്പേ പരിശീലിക്കുകയും അതുപോലെ ആഴത്തിൽ ചിന്തിക്കുകയും ആ കഷ്ടപ്പാടുകളും തപസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെ വിയർക്കാൻ, അതായത് തപസ്സെന്ന് പറയുന്നത് ഉഷ്ണിക്കലാണ്, ആ കഠിനമായിട്ട് പ്രയത്നിക്കാനും തപിക്കാനുമുള്ള ശനിയുടെ കഴിവിലൂടെ
അവർക്ക് ജ്ഞാനവും ഭാഗ്യവും സമ്പത്തും ആർജിക്കാനും കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തെ പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാരെ, ബലവാന്മാരായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരെ പൊതുവെ ഓൾഡ് സോൾസ് എന്നാണ് വിളിക്കുന്നത്. പഴയ ആത്മാക്കളാണ് ഇവർ, ഓൾഡ് സോളാണ്, ഒരുപാട് ക്വാളിറ്റിയുള്ള, ഒരുപാട് കഴിവുള്ളവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ജ്ഞാനവും ക്ഷമയും ഇവരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ആത്മീയതയും വൈരാഗ്യവും രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരോധമല്ല എന്ന് പറഞ്ഞു. വൈരാഗ്യം എന്ന ഒരു വിഷയത്തിനോടുള്ള തീവ്രമായ ആഗ്രഹമാണ്. മീനം രാശിയുടെ അധിപനായ ഗുരുവിൻ്റെയും നക്ഷത്രാധിപനായിട്ടുള്ള ശനിയുടെയും സംയോഗം ഇവരെ ആത്മീയമായിട്ടുള്ള ചിന്താധാരകളിലേക്കും ഈശ്വരീയമായിട്ടുള്ള വിഷയങ്ങളിലേക്കും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അത് മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്കൊരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു വൈരാഗ്യഭാവത്തോടെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ ആ ശനിയും വ്യാഴവും നല്ല രീതിയിൽ ബലപ്പെട്ടാൽ മാത്രമേ അവർക്ക് ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പോകാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഉത്രട്ടാതി നക്ഷത്രം നിൽക്കുന്നത് ഉച്ചനായിട്ട് വരുന്ന ശുക്രൻ, ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമായിട്ട് സൂചിപ്പിക്കുന്ന ഭൗതിക സുഖങ്ങളുടെ സർവകർമ്മങ്ങളെയും സൂചിപ്പിക്കുന്ന ശുക്രൻ്റെ എക്സോൾട്ടഡ് പ്ലേസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഉള്ളിൽ ഭൗതിക സുഖങ്ങൾ, ആ ശുക്രൻ ഏറ്റവും ബലമുള്ള സ്ഥലമായിട്ട് അത് വരണമെങ്കിൽ 2 മീനുകൾ ചേരുന്നൊരു സ്ഥലമാണ്, മീനം രാശിയിലാണ്. അതങ്ങനെ വരണമെങ്കിൽ, അവിടെ ഈ നക്ഷത്രം വരണമെങ്കിൽ ഉറപ്പായിട്ടും ശുക്രൻ്റെ ആ ഒരു സ്വാധീനം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ വ്യാഴത്തിനും ശനിക്കും ബലമില്ലെങ്കിൽ തലതിരിഞ്ഞു പോകും. അപ്പോൾ വ്യാഴത്തിനും ശനിക്കും ബലമുണ്ടെങ്കിൽ ആത്മീയമായിട്ടും ഉള്ള ചിന്താഗതി ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഒരു വൈരാഗ്യസുഖ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. എന്നാൽ ഭൗതികപരമായിട്ടുള്ള എല്ലാ ദൗത്യങ്ങളും, പ്രണയമായാലും കുടുംബജീവിതമായാലും എല്ലാത്തിനോടും ഒരു മിതത്വം പാലിച്ച് നല്ല രീതിയിൽ പോകാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഇവരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിയന്ത്രിതമായിട്ടുള്ള ഊർജ്ജമാണ്. ഉരുട്ടാതി ഒരു അഗ്നി നക്ഷത്രമാണെങ്കിൽ ഉത്രട്ടാതി ഒരു ജലനക്ഷത്രമാണ്. ഇവർ കോപം നിയന്ത്രിക്കാൻ നല്ല കഴിവുള്ളവരാണ്. നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ ഉള്ളിലൊതുക്കി അഗ്നിപർവ്വതം പോലെ ഇരിക്കാനുള്ള ഇവരുടെ കഴിവ്. പൊതുവേ ഇവർ നല്ല ശാന്തരും സൗമ്യമായിട്ട് ഇടപെടുന്നവരും ആണെങ്കിലും പ്രകോപിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ശക്തി വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ വ്യാഴവും ശനിയും സ്വാധീനിക്കുകയും ശുക്രൻ്റെ ബലവും കൂടിയുള്ള നക്ഷത്രമായതിനാൽ ഇവർക്ക് ഭൗതിക ജീവിതത്തിലും നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും ഒരു നിയന്ത്രിതമായിട്ട് കൊണ്ടുപോകാൻ നോക്കും. എന്നാൽ ശനിയും വ്യാഴവും ബലമില്ലാത്ത ഒരു ജാതകയോ ആണെങ്കിൽ ഇവരുടെ പല സ്വഭാവങ്ങൾ ഇവർ നിയന്ത്രിക്കാൻ ശ്രമിച്ച് ഒരു ദിവസം ഇത് പൊട്ടിത്തെറിക്കുകയും അത് പൊട്ടിത്തെറിക്കുന്ന നിമിത്തമുണ്ടാവുന്ന ബന്ധങ്ങളോ കാര്യങ്ങളോ ഇവർക്ക് സമൂഹത്തിൽ പേരുദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള, ദുഷ്പേരുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അടക്കി വച്ചിരിക്കുന്ന ഊർജത്തെ, അത് കോപമായിക്കോട്ടെ, കാമമായിക്കോട്ടെ, ക്രോധമായിക്കോട്ടെ, ലോഭമായിക്കോട്ടെ, മോഹമായിക്കോട്ടെ, മതമായിക്കോട്ടെ, മത്സര്യമായിക്കോട്ടെ, ഷഡ്വൈരികളെ ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ വെച്ച് ശാന്തമായിരിക്കാൻ ശ്രമിച്ച് എന്നാൽ ഒരു ദിവസം അത് പൊട്ടിത്തെറിച്ച് അപക്വമായ രീതിയിലാണ് പോകുന്നത് എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പേരുദോഷങ്ങളും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളുമൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ഇവരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് കരുണയും ദയയുമാണ്. മീനൻ രാശിയുടെ സ്വഭാവ ഗുണങ്ങൾ ഇവർക്ക് കിട്ടുന്നത് കൊണ്ടും ശുക്രൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗുരുവാണ്, ദേവഗുരുവാണ്. വ്യാഴം ഒരു ഗുരുവാണ്. ശുക്രൻ എന്തൊക്കെ പറഞ്ഞാലും അസുര ഗുരുവാണ്. വ്യാഴം ദേവഗുരുവാണ്. രണ്ടും ബ്രാഹ്മണ ജന്മങ്ങൾ, ബ്രഹ്മജ്ഞാനമുള്ളവരാണ്. അതേപോലെ തന്നെ ശനിക്കൊരു ദാസ്യ സ്വഭാവം കൂടിയുണ്ട്. അപ്പം മാനിപ്പുലേറ്റീവ്, കാൽക്കുലേറ്റിംഗ് ലെയറായിരിക്കുന്ന, എല്ലാത്തിനെയും
ലോജിക്കലി കാണുന്ന ബുധൻ ഒട്ടും ബലമില്ലാത്ത രാശിയും കൂടി ആയതുകൊണ്ട് തന്നെ ഈ 3 നല്ല ഗ്രഹങ്ങളുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനും കരുണ കാണിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സ്, കരുണയും ദയയും ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സംസാരശേഷി ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല സംസാരശേഷി ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പ്രധാന ക്വാളിറ്റിയാണ്. ഇവർ മികച്ച പ്രഭാഷകരായിരിക്കും. ഇവരുടെ വാക്കുകൾ ജ്ഞാനവും ആധികാരികതയും ഉള്ളതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രട്ടാതി കഴിഞ്ഞ് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. രേവതി ബുധൻ്റെ നക്ഷത്രവുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് പേര് ഇതിനെപ്പറ്റി നിരീക്ഷിച്ചിട്ട് പറയുന്നുണ്ട്. ഒരുപാട് നന്നായി സംസാരിക്കുന്ന ആൾക്കാർ, പ്രഭാഷകരും അഡ്വക്കേറ്റ്സും ഒക്കെ ആയിട്ടുള്ള പലരും, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ ഒരു നല്ല സംസാരശേഷിയുള്ളവരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് ബാഡ് എഫക്ട്സ് ആൻഡ് ചലഞ്ചസ് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ മോശം സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അലസതയും മടിയുമാണ്. ഇവരുടെ ജീവിതത്തെ തകർത്ത് കളയുന്നതും അതാണ്. ശനിയുടെ സ്വാധീനം ചിലപ്പോൾ അമിതമായ മടിയിലേക്കോ അലസതയിലേക്കോ നയിച്ചേക്കാം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തുടങ്ങാൻ വളരെ താമസം നേരിട്ടേക്കാം. അല്ലെങ്കിൽ നേരിട്ടാലും ഇവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോയിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ, ശ്രദ്ധയില്ലാതെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ യാന്ത്രികമായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ശ്രദ്ധയിൽ എനിക്ക് പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട കോപം രണ്ടാമത്തത്. ഇവർ കോപം പുറത്ത് കാണിക്കില്ല, മറിച്ച് ഉള്ളിൽ സൂക്ഷിക്കും. ഇത് പിന്നീട് പൊട്ടിത്തെറികൾക്കോ മാനസിക സമ്മർദ്ദങ്ങൾക്കോ വലിയ വലിയ സ്പർദ്ധകൾക്കോ ബന്ധങ്ങളിലെ അകൽച്ചകൾക്കോ വിള്ളലുകൾക്കോ ഒക്കെ കാരണമായേക്കാം. പറയേണ്ടത് ചിലയിടത്താണ് പറയേണ്ടത്, പറഞ്ഞാൽ അങ്ങ് തീരുമെങ്കിൽ അതില്ല നല്ലത്, വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ. അപ്പോൾ അത് എൻ്റെ ഒരു ശക്തമായ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണത്. പൊട്ടിത്തെറികൾക്കോ പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ തീരട്ടെ. അത് മുതിർന്നവരായാലും വേണ്ടപ്പെട്ടവരായാലും ഒക്കെ അവിടെ ആ ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നില്ലെന്നുള്ളൊരു തോന്നലാണ്. ഞാൻ ഉള്ളിലൊതുക്കി ഒരു മാസ്ക് ഇട്ടാൽ മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നലാണ്. പക്ഷേ അല്ല, അത് മനസ്സിലാവുന്നുണ്ട്. അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസിന് മുന്നോട്ട് പോകാൻ എന്നുള്ളത്. ഇല്ലെങ്കിൽ കെട്ടിക്കിടക്കും. അത് ആ ഉള്ളിലിരുന്ന് അടിച്ചമർത്തപ്പെട്ടതെല്ലാം ഒരു ദിവസം പൊട്ടിയാൽ അത് അപക്വമായ രീതിയിലേ പുറത്തേക്ക് വരത്തുള്ളൂ. അത് ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും. നഷ്ടം അവനവന് മാത്രമായിരിക്കും എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ഇവരുടെ ഒരു പ്രധാന പ്രശ്നം, ഈ നക്ഷത്രത്തിൻ്റെ ഒരു ദോഷമായിട്ട് ബാഡ് എഫക്റ്റ് ആൻഡ് ചലഞ്ചസ് ആയിട്ട് വരുന്നത് ഏകാന്തതയാണ്. ഇവരുടെ ആഴത്തിലുള്ള ചിന്താരീതിയും വൈരാഗ്യപരമായിട്ടുള്ള രീതിയും, അതായത് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലോടുള്ള സമർപ്പണം കൊണ്ടുണ്ടാവുന്ന ഏകാന്തതയാണെങ്കിൽ കുഴപ്പമില്ല, അതൊരു സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമാണെന്ന് പറയാം. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ചേരാത്തവരുമായോ തൻ്റെ സുഖത്തിന് മടിക്കും അലസതയ്ക്കും മുമ്പേ പറഞ്ഞ പോലെ ദേഷ്യം അടിച്ചമർത്തി വെച്ചിട്ട് അത് അവരോടുള്ള അത് പ്രകടിപ്പിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ ആ സ്പർദ്ധകളെല്ലാം ഉള്ളിൽ വെച്ച് അലസതയും മടിയും അടിച്ചമർത്തപ്പെട്ട കോപവും ഒരുമിച്ച് ചേർന്നുണ്ടാവുന്ന ലൂൺലെസ് ഒറ്റപ്പെടൽ ഇവരെ ഏകാന്തതയിലേക്ക് നയിക്കുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ഇതും കാരണം അവർ പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എന്നെ ആർക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളത്. അത് പ്രകടിപ്പിക്കുമ്പോഴല്ലേ മനസ്സിലാവും. അത് പ്രകടിപ്പിക്കാത്തത് കൊണ്ട് ഇതിവരെ ഏകാന്തതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. വിരക്തി, ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു എന്നുള്ളത്. അത് നല്ല രീതിയിൽ വന്നാൽ അത് വളരെ നല്ല കാര്യം തന്നെ. മോശം രീതിയിലാണെങ്കിൽ ജീവിതം പാഴായി പോകും എന്നുള്ളതാണ്. ഫ്രസ്ട്രേഷനായിരിക്കും അത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത ഇവരുടെ ഒരു മോശം സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിർബന്ധ ബുദ്ധി എന്നുള്ളതാണ്. ശനി ഒരു സ്ഥിരതയുള്ള ഗ്രഹമാണ്. അതിനാൽ തങ്ങളുടെ തീരുമാനങ്ങളും രീതികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിൽ തന്നെ പിടിച്ചു നിന്ന് ബലം പിടിക്കാൻ നോക്കും. അപ്പോൾ ഇവർ ബലം പിടുത്തം കൂടുമ്പം, ആ ഒരു രീതി കൂടുമ്പം ചുറ്റുപാടുമുള്ളവർക്കെല്ലാം അസഹനീയമായി വരും. അങ്ങനെയാണല്ലോ, ഒരാൾ
കുറച്ചൊക്കെ വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുത്തും പിടിക്കേണ്ടടുത്ത് പിടിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സ്വാർത്ഥകമാവുന്നത്, സന്തോഷമാവുന്നത്. ഇത് ഞാൻ പിടിക്കുന്നതെല്ലാം അങ്ങനെ തന്നെ വേണം, എനിക്ക് അങ്ങനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തില്ലെങ്കിൽ ശരിയാണെങ്കിൽ അത് പിടിച്ചു വെക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിട്ടുകൊടുക്കേണ്ടതാണെങ്കിൽ വിട്ടുകൊടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിലും നിങ്ങളുടെ നിർബന്ധ ബുദ്ധി ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും, സങ്കടങ്ങളുണ്ടാക്കും, തകർച്ചകളുണ്ടാക്കും, ഉറപ്പാണ്. അടുത്തത് വിഷാദ പ്രവണതയാണ്. ജീവിതത്തിൽ ആഴങ്ങളിൽ പതിഞ്ഞിട്ടുള്ള മുറിവുകൾ ഇവർ ഈ ഒതുക്കി വെക്കുന്നത് കൊണ്ട്, ഇവരെ ഈ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് ഇവരുടെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും അത് ഓർത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ പോകുന്ന, ആ പ്രകടിപ്പിക്കാത്ത, ഹീലാവാത്ത ട്രോമാസ്, അതിൽ ടൈൻഡ് അല്ലാത്ത ലിബിഡോ, ഇതെല്ലാം ചിലപ്പോൾ ഇവരെ വിഷാദത്തിലേക്കോ നിരാശയിലേക്കോ ഫ്രസ്ട്രേഷനിലേക്കോ ഒക്കെ പോയി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്ന് ചിലപ്പം ഡിപ്രഷനൊക്കെ അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കുക. ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് ദേഷ്യമായാലും പ്രകടിപ്പിക്കാനാണെങ്കിൽ അത് പറ്റുന്ന സ്ഥലത്ത് അത് പ്രകടിപ്പിക്കില്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കലും ഇതൊക്കെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഇപ്പം കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, സ്പിരിച്വലായി കഴിഞ്ഞാലേ അങ്ങോട്ട് ഓടാൻ പാടില്ല, ഇങ്ങോട്ട് ഓടാൻ പാടില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, വിഗ്രഹാരാധന പാടില്ല, അതൊക്കെ സ്പിരിച്വാലിറ്റിക്ക് മോശാത്രേ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ജീവിതത്തിൽ ഭൗതികതയെ എൻജോയ് ചെയ്താൽ, അതായത് നമ്മുടെ മുന്നിൽ ഒരു കിളിയെ കണ്ടാൽ, ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ, നല്ല പൂക്കൾ കണ്ടാൽ, കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാടിൻ്റെ സൈലൻസും ആ ഭീകരതയും കണ്ടാൽ, കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തെ കാണുമ്പോൾ ഉള്ള ഭയം വന്നാൽ, ഇതൊന്നും കാണരുതെന്നാണ് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ. ഇതൊക്കെ കണ്ടാൽ സ്പിരിച്വൽ അല്ല, എൻജോയ് ചെയ്താൽ സ്പിരിച്വൽ അല്ല എന്നാണ് പറയുന്നത്. അടിച്ചമർത്തി വെക്കണമെന്നാണ് പറയുന്നത്. അടിച്ചമർത്തി വെക്കേണ്ടതാണ് വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി. ഈശ്വരൻ സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന ഭഗവത്ഗീത പറഞ്ഞത്. എല്ലാത്തിലും ഭവിച്ചതിലെല്ലാം ഈശ്വരാംശമുണ്ട്. അതിലെല്ലാം ഈശ്വരനെ കാണാൻ കഴിഞ്ഞാൽ തമാശകളുണ്ട്, ചിരിക്കും. പ്രണയി വരുമ്പോൾ അത് ധാർമ്മികമാണെങ്കിൽ അത് ചെയ്യും. പരമമായ ഭക്തി വരുമ്പോൾ അത് ചെയ്യും. പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ അത് കേൾക്കും, ഇഷ്ടപ്പെടും. ഫിലോസഫി പഠിക്കാൻ തോന്നുമ്പോൾ അത് ചെയ്യും. നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് ശരീരത്തിൻ്റെ ഫ്യൂവലാണത്. ശുദ്ധമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് സ്പിരിച്വാലിറ്റി അല്ലേ? അതിനുള്ള ഊർജ്ജമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നതും മുന്നോട്ട് നടത്തുന്നതും ഒക്കെ. എല്ലാത്തിലും ഈശ്വരനെ കാണാൻ കഴിയും. അപ്പം കോപം വരുമ്പോൾ ഉള്ളിൽ അടിച്ചമർത്തി വെച്ചിട്ട് എന്നിട്ട് എല്ലാവരും പൊട്ടിത്തെറിക്കണം എന്നല്ല പറഞ്ഞത്. അപക്വമായ കോപവും നാശത്തിന് കാരണമാവും. അപക്വമായ അടിച്ചമർത്തലും നാശത്തിന് കാരണമാവും. അപ്പം നമ്മൾ ഈഗോ കൊണ്ടല്ലാതെ ജെനുവിനായിട്ട് വരുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിഷാദത്തിൽ നിന്നും നിരാശയിൽ നിന്നും കരകയറാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്പിരിച്വാലിറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അത് ആ വഴിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നാണം കെട്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. ഒറ്റപ്പെട്ട് എല്ലാവരും കളിയാക്കുന്ന ഒരു, അതായത് ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, അല്ല എങ്ങനെ ജീവിക്കേണ്ടവനായിരുന്നു, കയ്യിലിരിപ്പുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരികയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് ഞാൻ പലരും ഇത് കേൾക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്തിങ്ങനെ വരുന്നത് കൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വിട്ടുതരുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ കർമ്മപാഠം, കാർമിക് ലെസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെർപ്പൻ്റ് ഓഫ് ദ ഡീപ്പ്, അല്ലെങ്കിൽ ഫ്യൂണറൽ ആയിട്ടുള്ള, അതായത് കട്ടിലിൻ്റെ ബാക്ക് ലെഗ്സ് ഓഫ് ഫ്യൂണറൽ കോട്ട്, അതായത് ഈ ശവം കിടത്തിയിരിക്കുന്ന കട്ടിലിൻ്റെ ബാക്കിലെ 2 കാലുകളാണ് ഇതെന്ന് ഒക്കെ പല അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആഴക്കടലിനുള്ളിൽ ഇരിക്കുന്ന സർപ്പം എന്നും ഒരു
അഭിപ്രായം ഇതിനുണ്ട്. അപ്പം പരിവർത്തനത്തെ പൂർത്തിയാക്കുക എന്നുള്ളത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന സിമ്പലായിട്ട് നമുക്കെടുക്കാം. പൂരുരുട്ടാതി ഫ്യൂണറലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ശ്മശാനത്തിൽ ആൾക്കാരെ കിടത്തുന്ന കട്ടിലിൻ്റെ മുൻകാലുകളാണെങ്കിൽ ബാക്കിലെ കാലുകൾ, അല്ല ബാക്കിലെ ഒരു കാല് അല്ലെങ്കിൽ 2 കാല് എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. ചില ഗ്രന്ഥങ്ങളിൽ പൂരുരുട്ടാതി 3 കാലാണെന്ന് പറയുന്നുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ മുന്നിലെ 2 കാല് പൂരുരുട്ടാതിയും ഉത്രട്ടാതി ബാക്കിലെ 2 കാലുമായിട്ടും പറയുന്നുണ്ട്. അപ്പം പൂരുരുട്ടാതി കഴിഞ്ഞ് ഉത്രട്ടാതി വരുമ്പം തീയിൽ നിന്നും ജലത്തിലേക്ക് വന്നു കഴിയുമ്പം തീവ്രമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന, തീയിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നും ആ തീ കഴിഞ്ഞ് ജലത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശാന്തിയെയും മോക്ഷത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ നമ്മൾ പറയത്തില്ലേ, കൊടുങ്കാറ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു സമാധാനം പോലെ ജീവിതത്തിലും ആ ഒരു സമാധാനം, മാറ്റങ്ങളെ അംഗീകരിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ, നല്ല പണിയൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതേ പണിക്ക് പോകരുത്. കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഠം ഉൾക്കൊള്ളുക, സ്വയം അംഗീകരിക്കുക, കുറവുകളെ അംഗീകരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയമായി വളരുക എന്നതാണ് ഇതിൻ്റെ കർമ്മപരമായിട്ടുള്ള മെയിൻ ദൗത്യം. പരിവർത്തനം പൂർത്തിയാക്കുക, ജീവിതത്തിലെ തിരിച്ചടികളിൽ നിന്നും വരുന്ന നിങ്ങളുടെ പരിവർത്തനം, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആഴക്കടലിലിരിക്കുന്ന സർപ്പം എന്നുള്ളത് കൊണ്ട് തന്നെ ആന്തരിക ജ്ഞാനത്തെ ഉണർത്തുക എന്നുള്ളതാണ്. അഹിർബുദ്ധിൻ എന്ന സർപ്പം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെയും ആന്തരിക ഊർജത്തെയും ആഴത്തിലുള്ള ജ്ഞാനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് കാണാം. ഈ ജ്ഞാനത്തെ ഉണർത്തിയാൽ 360 ഡിഗ്രിയിൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ മനസ്സിലാവുകയും ശരിയായ സുദർശനമാകുന്ന കാഴ്ചപ്പാട്, ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവുകയും നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാവുകയും ചെയ്യും. ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് സ്വാധീനിക്കുന്ന നക്ഷത്രമായതിനാൽ, ശനിയുടെ നക്ഷത്രമാണ്, വ്യാഴത്തിൻ്റെ രാശിയുമായതിനാൽ ധ്യാനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയുള്ള ഒരു ജീവിതത്തിലൂടെയും ഭൗതിക ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കി അതിനെ എൻജോയ് ചെയ്തും അതിനുള്ളിലും ഒരു സ്പിരിച്വാലിറ്റി കണ്ട് സ്വന്തം ഉള്ളിലേക്ക് നോക്കി അതിനെയൊക്കെ സന്തോഷിച്ച് ബഹളങ്ങളിൽ നിന്നും കാട്ടിക്കൂട്ടലുകളിൽ നിന്നും മാറി ഒരു ആന്തരിക ജ്ഞാനത്തെ ഉണർത്തുക എന്നുള്ളത് ഇവരുടെ കർമ്മപരമായിട്ടുള്ള രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ക്ഷമയിലൂടെ വിജയം കണ്ടെത്തുക. ക്ഷമ നിരാശയ്ക്ക് കാരണമാകേണ്ടതല്ല, ക്ഷമ വിട്ടുകൊടുക്കലിന് വേണ്ടിയിട്ടാണ് വരേണ്ടത്. ഈ നക്ഷത്രക്കാർ ധൃതി പിടിച്ചൊന്നും നേടാൻ പാടില്ല എന്നുള്ളതാണ്. ശനി ക്ഷമയുടെയും കാലത്തിൻ്റെയും ഗ്രഹമാണ്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സമയമെടുക്കുമെന്നും സ്ഥിരോത്സാഹത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും മാത്രമേ അന്തിമ വിജയം സാധ്യമാകൂ എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന പാഠം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് 6-ാം ഭാവത്തെക്കുറിച്ചല്ലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് 6-ാം ഭാവാധിപൻ 6-ാം ഭാവാധിപൻ നിൽക്കുന്ന നക്ഷത്രം ഒക്കെ ഉത്രട്ടാതിയായാൽ, ലഗ്നവും ചന്ദ്രനും ഒക്കെ ഉത്രട്ടാതിയായാൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തേത്, ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ, എല്ലിനും മാംസത്തിനും ഉണ്ടാകുന്ന വേദനകൾ, കാൽപാദ നീര്, മരവിപ്പ്, സെൻസേഷൻസ് ഒക്കെ ഇല്ലാതാവുന്ന ഒരവസ്ഥ, പാദവേദന, പാദങ്ങളിലെ ഒടിവ്, ചതവ് തുടങ്ങിയവ, കാൽവിരലുകളുടെ ഇടയിലുണ്ടാവുന്ന കൊഴുപ്പ്, ഞരമ്പിനിടയിലുണ്ടാവുന്ന കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വാതവേദനകൾ, ദഹനക്കേട്, മലബന്ധം, ആർശസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഡിപ്രഷൻ, അതുപോലെ ലഘുമനോരോഗങ്ങൾ ഒക്കെ വരാം. ആത്മഹത്യാ പ്രവണത പോലുള്ള അങ്ങനെ ലഘുമനോരോഗങ്ങൾ തുടങ്ങി
ചില ഹിസ്റ്റീരിയകളും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകളുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്പിരിച്വൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാൻ നോക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ക്ഷേത്രം നോക്കാം. നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം, ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറാം, അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അപ്പം ധർമാർത്ഥ കാമമോക്ഷത്തിലേക്ക് എത്താൻ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനും കർമ്മക്ഷയം വരുമ്പോൾ തന്നെ ക്ലാരിറ്റി വന്നോളും. അർത്ഥം, മൂല്യമുള്ളത് ധനമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, തപസ്സായിക്കോട്ടെ, എന്തും കാമമോക്ഷങ്ങളെ സാക്ഷാത്കരിക്കുക, ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്ഷേത്രങ്ങൾ ഒരു പരിധിവരെ സഹായിക്കും. ഇതൊക്കെ പറഞ്ഞു തന്ന ഋഷിമാർ തന്നെയാണ് ഈ ക്ഷേത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ക്ഷേത്രങ്ങൾ നോക്കാം. ഉത്തര ഭദ്രപാദ നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് മോക്ഷം ആയിട്ട് ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. കടലിനടിയിലിരിക്കുന്ന സർപ്പമായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ മോക്ഷവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങേയറ്റം കൈലാസമാണെങ്കിൽ ഇങ്ങേയറ്റം ഭാരതൻ, ഇങ്ങേയറ്റം രാമേശ്വരം ക്ഷേത്രം. സ്പിരിച്വൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം. ജ്യോതിർലിംഗങ്ങളിൽ ഇങ്ങേയറ്റത്തെ ജ്യോതിർലിംഗമാണത്. രാമേശ്വരം ക്ഷേത്ര ദർശനവും അവിടുത്തെ കാര്യങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ കർമ്മക്ഷയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉള്ളത് ശ്രീ സഹസ്ര ലക്ഷ്മീശ്വര ക്ഷേത്രം. പുതുക്കോട്ടൈ ഡിസ്ട്രിക്റ്റിൽ തെയ്യാത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഉള്ള ശ്രീ സഹസ്ര ലക്ഷ്മീശ്വര ക്ഷേത്രമാണ് ഉത്രട്ടായ നക്ഷത്രക്കാരുടെ നക്ഷത്രക്ഷേത്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ. ഇതുപോലെ ചില ഗ്രന്ഥങ്ങളിൽ ആന്ധ്രയിലും കുറേ ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഗ്രന്ഥങ്ങളിൽ കണ്ട അതിൽ രാമേശ്വരം പറയുന്നത്, അത് ഇന്ത്യ മൊത്തമായിട്ടാണ് പറയുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ നക്ഷത്രക്ഷേത്രങ്ങളിൽ ശ്രീ സഹസ്ര ലക്ഷ്മീശ്വര ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഏകദേശം നിർത്താം. അപ്പം ഉത്രട്ടായ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യ അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി പെടാതെ, നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി തലവെക്കാതെ, പേര് നഷ്ടപ്പെടുത്താതെ, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ അത് ജോലിയിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ വില പോയാൽ പോയതാ. ഞാനതൊന്നും എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തോടെ ഇടപെടുമ്പം സമൂഹത്തിന് രീതിയുണ്ട്. സമൂഹത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പരമാവധി അവനവൻ്റെ പേരൊന്നും നശിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധയോടുകൂടി പോയി സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോയി ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിപ്പെട്ട് ഈ ജീവിതം ഭംഗിയായി ജീവിക്കാൻ സർവേശ്വരൻ ശ്രീ സഹസ്രലക്ഷ്മീശ്വര സ്വാമി അനുഗ്രഹിക്കട്ടെ. രാമേശ്വരൻ ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.